മാതാ പിതാ ഗുരു ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ തുടങ്ങിയത്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പേരൻസിൻ്റെയും ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കാരണം ഒരു വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. ഇന്ന് എൻ്റെ 1 year ആനിവേഴ്സറി ആണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ വലിയൊരു നന്ദി. അതുമാത്രമല്ല, ഈ സമയത്ത് നമ്മുടെ അമേസ് അക്കാഡമിയുടെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു വലിയ താങ്ക്സ്. എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് കാണാനുമുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്, നല്ല ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. എന്തായാലും വലിയ താങ്ക്സ്. ഇൻഡീഡ് ഇറ്റ് വാസ് ആൻ അമേസിങ് ജേർണി. നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുകയും നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിന് ഫ്രീ കണ്ടൻറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ഫ്രീ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിലും ആപ്പും വഴി നമ്മുടെ പ്രീമിയം കോഴ്സസ്, നമ്മുടെ ആനിമേറ്റഡ് കോഴ്സുകളും ഇപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റുകളും റൺ ചെയ്യുന്നുണ്ട്. അതിനും വളരെ വലിയ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. എനിക്ക് ഏറ്റവും സന്തോഷമായത്, ഒരുപാട് സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ട് പണ്ട് PSC എക്സാമിന് ഒരു 30 to 40 മാർക്സ് സ്കോർ ചെയ്തവർ ഇപ്പം 70+ മാർക്സ് സ്കോർ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്, നമ്മുടെ വീഡിയോസ് മാത്രം ആശ്രയിച്ച് അതുമാത്രം കണ്ട് 70+ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്നെ വിളിച്ച് പറയും. അത് വളരെ ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ആ നോട്ട്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴും വളരെ ഹാപ്പിയായി. ശരിക്കും അതൊക്കെയാണ് ഞങ്ങളെ ഇനിയും വീണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രചോദനം തരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഒരു കട്ട സപ്പോർട്ട് നമുക്ക് വേണം. ഞങ്ങളും ഞങ്ങളാവുന്ന വിധം നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ, നിങ്ങൾക്കറിയാലോ, ഈ 27 ജൂലൈയും 31 ജൂലൈയും നമ്മുടെ എക്സാംസ് വരുവാണ്. നമ്മൾ ഏറെ നാളായിട്ട് വെയിറ്റ് ചെയ്ത എക്സാംസാണ്. ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ എക്സാമും ജൂലൈ 31 KWAൻ്റെ ഗ്രേഡ് 2 ഗ്രേഡ് 3 കമ്പൈൻഡ് എക്സാമും വരുവാണ്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആണ് മെയിൻലി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദിസ് ഇസ് അനൂപ് രാജ് ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ മെയിൻലി 5 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓവർസിയർ റിവിഷൻ സീരീസിനെ പറ്റിയാണ്, വീഡിയോ സീരീസിനെ പറ്റിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിവിഷൻ സീരീസിൻ്റെ കൂടെ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിനെ പറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്സുകൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ? അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിലുള്ള ട്രെൻഡ് വെച്ചിട്ട് എത്ര കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ടെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർസിയർ വീഡിയോ സീരീസിനെ പറ്റിയാണ്. ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 2 ടോപ്പിക്സ് ഓൾറെഡി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയർ ഡ്രോയിങ്, സർവേയിങ്, അതുപോലെ ടിമ്പർ ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. BMC ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫിക്സഡ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ജൂലൈ 24th or 25th തന്നെ ഇത് തീരും, ഈ റിവിഷൻ സീരീസ് തീരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിവിഷൻ സീരീസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്കും ടൈമില്ല, നമുക്കും ടൈമില്ല. അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകണം. പോയിൻറ്റ്സ് വളരെ സ്പീഡായിരിക്കും. നിങ്ങൾ 1 2 3 4 5 എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ തന്നെ കോപ്പപ്പ് ചെയ്യണം. കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തവർ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് നല്ലപോലെ മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ എവിടെയോ അത് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ പോയാൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നല്ലപോലെ ടോപ്പിക് അറിയാത്തവർ ആ വീഡിയോസ് കാണും. ഞാൻ പറയാം എന്താണെന്ന് ഉദ്ദേശിച്ചത്, ഇതിപ്പം 1 മാസമേ ഉള്ളൂ, റിവിഷനാണ്. റിവിഷൻ പീരീഡിൽ നമുക്ക് അങ്ങനെ തിയറി പഠിച്ച് സമയം കളയാനില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പടപടേന്ന് ഇങ്ങനെ വായിച്ച് പോകണം. അപ്പോൾ അത് വായിച്ച് പോകുന്നവർ നല്ല എക്സ്പേർട്ട് ആയിരിക്കും. എക്സ്പേർട്ടുകൾക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് പോവുക. അപ്പം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 25-നകം എല്ലാ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടൈം ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം.
ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നേക്കുന്നത് KWA മെക്കാനിക്കലിൻ്റെ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെക്കാനിക്കൽ ഫാക്കൽറ്റിയോട് സംസാരിച്ചു, അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ മെക്കാനിക്കൽ വീഡിയോസും യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഇത് ശരിക്കും എക്സാം ഹാളിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയണം. അതിനുവേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ഇയർ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് നോക്കിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു എക്സാം ഹാളിൻ്റെ ഒരു പ്രതീതി കിട്ടത്തില്ല. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നിശ്ചിത ആ ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒരു സിംഗിൾ ട്രയൽ ചെയ്ത് കിട്ടാം. കാരണം നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞ് മാർക്സും സൊല്യൂഷനും എല്ലാം ഒരുമിച്ചാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരണം. കാരണം നമുക്ക് എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ആ ടെൻഷൻ നമുക്ക് നേരിടണം, നമ്മൾ എക്സ്പോസ്ഡ് ആവണം. ചിലർ ആ ഒരു ടെൻഷൻ കാരണം ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, കാരണം അവർക്ക് പേടിയാണ്. നമ്മൾ ഇങ്ങനെ വെറുതെ എത്ര നാൾ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, എത്ര നാളിങ്ങനെ തിയറി പഠിച്ചുകൊണ്ടിരിക്കും, അത് വെറും മണ്ടത്തരമാണ്. ഓക്കെ, നമ്മൾ ശരിക്കും പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് അനലൈസ് ചെയ്ത് അത് ശരിക്കും ആൻസർ ഷീറ്റിൽ വന്നാലല്ലേ നമുക്ക് ടോപ്പ് റാങ്കിൽ വന്ന് നമുക്കൊരു ജോലി കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളത് ഫേസ് ചെയ്യണം, ആ ടെൻഷൻ ഫേസ് ചെയ്യണം. ഒരു വട്ടമേ ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ടെൻഷൻ ഫേസ് ചെയ്തിട്ട് അത് എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയാണോ അത് ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുന്ന് എഴുതണം. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഒരുപാട് പേര് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞു. അതായത് ഇപ്പം സൊല്യൂഷൻസ് ഡീറ്റെയിൽഡ് ആണ്, അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഇപ്പം മെക്കാനിക്കൽ പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ ആ സൊല്യൂഷൻസിൽ നിന്ന് തന്നെ വലിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. റിവിഷൻ ടൈമിൽ നിങ്ങൾ എക്സാം അടുക്കുമ്പോൾ ആ നോട്ട്സും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, 2, ബാക്കിയുള്ളവരുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക്. ബാക്കിയുള്ളവർ, കാരണം ഇത് അൾട്ടിമേറ്റ്ലി ആർക്കാണോ എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി ആരാണോ ഫ്രണ്ട് വരുന്നത് അവർക്കാണ് ആദ്യം ജോലി കിട്ടുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ലൈഫിൽ ലോജിക്കലി പറയും നമ്മളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അത് ശരിയാണ്. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാൽ പറ്റത്തില്ല. നമ്മൾ ബാക്കിയുള്ളവരുടെ മാർക്കിനനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുന്നോ നോക്കണം. കയറിയില്ലെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ലാക്കിങ് സംതിങ്, നമ്മൾക്ക് എന്തോ ഒരു കുറവുണ്ട്. അപ്പം നമുക്കതിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സർവേയുടെ മോക്ക് ടെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് അതിനകത്ത് ആവറേജ് മാർക്ക്, അതായത് ആ ടെസ്റ്റിന് അത്രയും സ്റ്റുഡൻസ് കിട്ടിയ ആവറേജ് മാർക്കിനെ കാട്ടി താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ ശരിക്കും അതിനകത്ത് എന്തോ ലാഗ് ചെയ്യുന്നുണ്ട്. മേ ബി മെമ്മറി ലോസ് കാരണമായിരിക്കും, നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് പോരാതെ വന്നതാണ്, എന്തെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടാവും. ഈ 3 റീസൺസ് കാരണമായിരിക്കും നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് കുറയാൻ കാരണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ മോക്ക് ടെസ്റ്റിൽ ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. എന്നിട്ടാണ് പിന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് റിവിഷനും കൂടെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്, മോക്ക് ടെസ്റ്റുകളും വർക്കൗട്ട് ചെയ്യണം. കാരണം കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം. ഇനി അടുത്ത ടോപ്പിക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അത് ഇതിനായിട്ട് തന്നെയാണ് റിലേറ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ആ പഠിച്ചത് ഓർക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ടില്ല. കാരണം നമുക്കറിയാവുന്നൊരു കാര്യം നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ തെറ്റിച്ചാൽ നിങ്ങൾ ആലോചിച്ചോണം, അത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിച്ചു, നിങ്ങൾ മിസ് ഔട്ട് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളത് മെമ്മറി പവർ മീൻസ് നിങ്ങളുടെ മെമ്മറി അതിലത് സ്റ്റോർ ആയിട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തെറ്റിച്ചെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ വേണം പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വന്നാൽ അതിനർത്ഥം നിങ്ങൾ അത് മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അത് റിവൈസ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തെറ്റിച്ചെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാം എന്നിട്ട് തെറ്റിയെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു ടോപ്പിക്കിലെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നോക്കി അനലൈസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാം. പിന്നെ കറകി കൂത്തുന്നതാണ് വേറൊരു നെഗറ്റീവ്. അപ്പോൾ മാക്സിമം അത് ഞങ്ങൾ അഡ്വൈസ് ചെയ്തേയില്ല. ഡോണ്ട് ട്രൈ ദാറ്റ്. ഓക്കെ, എക്സാം ഹോളിൽ വെറുതെ മാർക്ക് പോകും. ഒരു 0.33 പോയാൽ തന്നെ നിങ്ങളുടെ റാങ്ക് താഴെ പോകും. അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. വെറുതെ എന്തിനാണ് നെഗറ്റീവ് മാർക്ക് കൂട്ടുന്നത്? അറിയാവുന്നൊരു കാര്യം നെഗറ്റീവ് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങളുടെ മെമ്മറി, നിങ്ങളത് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഇച്ചും കൂടെ മേ ബി ഈ BMCയിലൊക്കെയാണ് അത് ഭയങ്കരമായിട്ട് വരുന്നത്. കാരണം ഒരുപാട് തിയറി ഇല്ലേ. അപ്പോൾ നല്ലപോലെ റിവൈസ് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമത് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും നെഗറ്റീവ്
മാർക്കിംഗ് വരുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ നല്ലപോലെ അത് ഒന്നും കൂടെ സ്റ്റഡി ചെയ്തേ പറ്റത്തുള്ളൂ. റിവൈസ് മാത്രം ചെയ്താൽ പോരാ. കൺസെപ്ച്വൽ സ്റ്റഡി ചെയ്യണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായിട്ടില്ല, അതിൻ്റെ ബാക്കിലുള്ള കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. പിന്നെ കെയർലെസ് മിസ്റ്റേക്ക് ഒക്കെയാണ്, അത് നിങ്ങൾ ഇപ്പോൾ സ്ഥിരം വരുന്നതാണ്, അത് പ്രാക്ടീസിലൂടെ തിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേഡ് 2 ഓവർസിയർ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. യൂഷ്വലി ഇങ്ങനെയാണ് സാധാരണ ടോപ്പിക്സിൽ നിന്ന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൈൽഡ് ഷെയർ BMC നിന്നും സർവേ എന്നുമാണ്. 50% ഏകദേശം 50% വരെ ഷെയർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ടു ബി ഓൺ ദ സേഫ് സൈഡ്, ഇപ്പോൾ ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ കാര്യമാണ് പറയുന്നത്, KWയുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ടു ബി ഓൺ ദ സേഫ് സൈഡ് BMCയും സർവേയും എന്തായാലും നിങ്ങൾ സേഫ് ആക്കി വെച്ചേക്കണം, നല്ലപോലെ പഠിച്ച് ക്ലിയർ ആയിട്ട് വെച്ചേക്കണം. യൂഷ്വൽ ട്രെൻഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ, PSCയിൽ ഇപ്പം നിലവിലുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ BMC സർവേയും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഷെയർ കിട്ടും. ബാക്കി വരുന്ന ഈ കാണിച്ചിരിക്കുന്ന അതേ ഒരു ട്രെൻഡിൽ ഫോളോ ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സേഫ് സൈഡ് ഒന്ന് സെറ്റാക്കി വെച്ചേക്കുക. പക്ഷേ ടു ബി ദ ടോപ്പർ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം അഥവാ ട്രെൻഡ് മാറിയാലോ, പുതിയൊരു ട്രെൻഡ് വന്നു, കഴിഞ്ഞ സെപ്റ്റംബർ 8 നടന്നൊരു എക്സാം, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ BMCന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കുറഞ്ഞു, ബാക്കിയുള്ള ഇറിഗേഷനൊക്കെ ഇച്ചിരി കയറിപ്പോയി. അപ്പോൾ നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമുക്ക് ട്രെൻഡ്, ഇപ്പോൾ ഇതാണ് ട്രെൻഡ്, നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യൂ, അപ്പോൾ സേഫ് ആവും. പക്ഷേ എപ്പോഴും ടോപ്പേഴ്സ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ടോപ്പർ ആവണമെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, നല്ലപോലെ പഠിക്കുക. ഇനി KWൻ്റെ കാര്യം. KW ആക്ച്വലി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ട്രേസറിൻ്റെ എക്സാം വരുന്നത്. നിങ്ങൾക്കറിയാലോ, ഗ്രേഡ് 3ൻ്റെ എക്സാം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് പണ്ടത്തെ കാലമാണ്, അന്നത്തെ ആ ഒരു 8 വർഷം മുമ്പാണ് ആ എക്സാം വന്നത്. അപ്പോൾ ആ 8 വർഷം മുമ്പ് ആക്ച്വലി GK ഉണ്ടായിരുന്നു 20 ക്വസ്റ്റ്യൻ. ഇപ്പോൾ GK ഒക്കെ റിമൂവ്ഡ് ആണ്, ഇപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് 50 സിവിൽ, 30 മെക്കാനിക്കൽ, 20 GK ആയിരുന്നു. ആ ഒരു ട്രെൻഡ് ഇപ്പം GK എടുത്ത് മാറ്റിയോണ്ട് ആ ചോദ്യം ആ 20 മാർക്കിൻ്റെ സ്ലോട്ട് സിവിലോട്ട് പോവോ മെക്കാനിക്കലോട്ട് പോവാണ്. അപ്പം ഞാൻ പറയുന്നത് എക്സ്പെക്ട് ദ വേഴ്സ്റ്റ്. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ 50-50 വന്നാൽ സിവിൽ 50 മെക്കാനിക്കൽ 50 വരാം, അല്ലെങ്കിൽ സിവിൽ 60 മെക്കാനിക്കൽ 40 അങ്ങനെ വരാം, അല്ലെങ്കിൽ 70-30 വീണ്ടും അങ്ങനെ ഫോളോ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം മെക്കാനിക്കലിനും നല്ലൊരു KW ആയതുകൊണ്ട് മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സ് ഇതിന് പ്രിപ്പയർ ചെയ്യണം, അതുകൊണ്ട് അത്രയ്ക്ക് കുറയാൻ ചാൻസ് ഇല്ല. മെക്കാനിക്കൽ എന്തായാലും റൈസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ KWA പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. കാരണം വേക്കൻസി വളരെ കൂടുതലാണ്, അത് തന്നെയാണ് റീസൺ. വേക്കൻസി കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 300 ചിലർ 244 പറയുന്നുണ്ട്, ചിലർ 300+ പറയുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഒരു 300 കൂട്ടിക്കുക. 300 എന്ന് പറയുന്നത് വേക്കൻസിയാണ്. ഓക്കെ, വേക്കൻസി അഡ്വൈസ് അപ്പോൾ എന്തായാലും 500 മുകളിൽ പോകും. കാരണം പാരലായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ എക്സാംസിൻ്റെ ഓവർസിയർ ഗ്രേഡ് 3ൻ്റെ ലിസ്റ്റ് ഇപ്പോഴും വാലിഡ് ആണ്. അതിപ്പം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ഈ വരുന്ന ഓവർസിയർ ഗ്രേഡ് 2 അങ്ങനെ പാരലായിട്ട് ഒരുപാട് സിവിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിലുള്ളവർ എല്ലാവരും ഏകദേശം കോമണാണ്. അപ്പം എല്ലാവരും വേറെ വേറെ അഡ്വൈസ് നേടി അങ്ങ് പോകും. അപ്പോൾ NJDകൾ കൂടും, നോൺ ജോയിനിങ്. അപ്പം നോർമലി ഈവൻ നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നാലും KWൻ്റെ ലിസ്റ്റിൽ കയറിയാൽ പോലും ജോലി കിട്ടുന്നൊരവസ്ഥ വരും. അതുകൊണ്ടാണ് KWA നിങ്ങൾ തൽക്കാലം ഒഴിവാക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. കാരണം 2 മാസം മുമ്പാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നെങ്കിൽ, സാർ ഞാൻ സിവിൽ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല KW പഠിക്കാൻ. പക്ഷേ ഇത്ര ഒരു 2 മാസം കിട്ടിയപ്പോൾ ഒരുപാട് പേർക്ക് ടൈം കിട്ടി മെക്കാനിക്കൽ പഠിക്കാൻ. അപ്പോൾ വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ KWA മോക്ക് ടെസ്റ്റും ഉണ്ട്, അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഉൾപ്പെടെ എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രീവിയസ് ഇയറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അത് മാത്രം മതി, മനസ്സിലായില്ലേ? അതുകൊണ്ട് വിട്ട് കളയണ്ട. ടൈം ഇപ്പം ഇത്രയും ടൈം കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും ഒരു സമയം കിട്ടി. ഈ ലോക്ക്ഡൗൺ കാരണം, കോവിഡ് കാരണം പഠിക്കാൻ ഇച്ചിരി ടൈം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വിട്ട് കളയേണ്ടതെന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്കലിൻ്റെ കാര്യം ഇതാണ്. ഇനി നമുക്ക് കട്ട് ഓഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ കട്ട് ഓഫ് ഡിസ്കഷന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ KWAൻ്റെ മോക്ക് ടെസ്റ്റും ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റും ആപ്പിനകത്തിട്ടുണ്ട്. ഇതുവരെ ആക്സസ് ചെയ്യാത്തവർ, പർച്ചേസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരുപാട് ഫ്രീ കണ്ടൻറ്റും കൂടെ നിങ്ങൾ തിരിച്ച് തരേണ്ട ഒരു സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സപ്പോർട്ടും
ബാക്കി ഇതുവരെ വാങ്ങിക്കാത്തവരോടും നിങ്ങൾ ഷെയർ ചെയ്യുക, അത് വാങ്ങിക്കാൻ പറയുക. കാരണം അതിനകത്ത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ എഫേർട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് വേണം. KWAൻ്റെയും ഓവർസീഡ് ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ഓഫിൻ്റെ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടീനെയാണ്. മെയിൻലി ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടീനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ എത്ര വേക്കൻസി ഉണ്ട് അല്ലേ. ഒരുപാട് പോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും താഴുമല്ലോ, കാരണം അത്രയും പേര് ലിസ്റ്റിനകത്ത് വരണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയാണ് മെയിൻലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവർസീഡ് ഗ്രേഡ് 2ൻ്റെ കാര്യം പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി വേക്കൻസികൾ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗ്രേഡ് 3ൻ്റെ അത്രയും വേക്കൻസി വരത്തില്ല. അതുമാത്രമല്ല, ഇപ്പം ഈ ലോക്ക്ഡൗൺ കാരണം പഠിക്കാൻ ഒരുപാട് പേർക്ക് സമയം കിട്ടി. അപ്പം നോളജ് ലെവൽ എല്ലാവരുടെയും കൂടുതലാണ്. കാരണം നമ്മുടെ ചാനലിനകത്ത് തന്നെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എടുത്താൽ, എൻ്റെ വീഡിയോ എടുത്താൽ, സർവേൻ്റെ വീഡിയോ എടുത്താൽ ഏകദേശം 25K അല്ലെങ്കിൽ 30K അങ്ങനെ വ്യൂസ്, 30,000 വ്യൂസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ മിസ്സായാൽ പോലും അത്ര നിങ്ങൾ താഴെ പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചോണം. അപ്പോൾ കോമ്പറ്റീഷൻ ഹൈ ആണ്. അതുകൊണ്ട് പഴയ ആ 70 കട്ട് ഓഫ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്തായാലും 75-ന് മുകളിൽ പോകും, ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ അത്രയും പാടായിട്ട് വരണം. ഈസിയാണ്. പ്രീവിയസ് ഇയറിൽ നിന്ന് മാത്രമാണെങ്കിൽ ഈവൻ 80-ന് മുകളിൽ പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കേട്ടോ. പ്രീവിയസ് ഇയറിൽ നിന്ന് മാത്രം വന്നാൽ 80-ന് മുകളിൽ പോയാൽ പോലും നോ സർപ്രൈസ്, എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ കുറച്ചൊക്കെ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ 75-ലോട്ട് പോകും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് വെച്ചാണ് പറയുന്നത്. ഇത് ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മളിപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നല്ലപോലെ പഠിക്കുന്നവർ ആക്ച്വലി കട്ട് ഓഫ് ഒന്നും നോക്കുന്നില്ല. നമ്മൾ കട്ട് ഓഫ് ഒന്നും നോക്കത്തില്ല. നമ്മൾ എത്ര നല്ലപോലെ പഠിക്കുക, പോയി എഴുതുക, ബെസ്റ്റായിട്ട് എഴുതുക. കാരണം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് എക്സാം ടഫ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കരുത്, പാനിക് ആവരുത്. അതിനകത്ത് എല്ലാവർക്കും ടഫായിരിക്കും. ഓക്കെ, ഇനി KWAൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെക്കാനിക്കലിൻ്റെ ഷെയർ അനുസരിച്ചായിരിക്കും KWAൻ്റെ കട്ട് ഓഫ് വരുന്നത്. മെക്കാനിക്കൽ നല്ല ടഫായിട്ടൊക്കെ വന്നാൽ കട്ട് ഓഫ് നല്ലപോലെ താഴും. അപ്പോൾ അവിടെയും നമ്മൾ പാനിക് ആവരുത്, ഡോണ്ട് പാനിക്. നമ്മളിപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം ഹോളിൽ പോകുന്നതെങ്കിൽ എക്സാം നിങ്ങൾക്ക് ടഫാണെന്ന് അറിഞ്ഞാൽ നോ പ്രോബ്ലം, എല്ലാവർക്കും ടഫായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതി ഇറങ്ങി വരിക. അല്ലാതെ ഒന്നും നിങ്ങൾ ചുമ്മാ കയറി ചെയ്താൽ വെറുതെ നെഗറ്റീവ് അടിക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് ചെയ്തിട്ട് ഇറങ്ങി വരിക, അത്രേ ഉള്ളൂ. നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി, കട്ട് ഓഫിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട. ബാക്കിയുള്ളവർ നല്ലപോലെ ചെയ്യുന്നോ, എങ്ങനെയാണോ, അവർക്ക് ഈസിയാണോ, അയ്യോ എനിക്ക് എന്തോ പറ്റി, അങ്ങനെ ഒന്നും ഒരു പാനിക്കും വേണ്ട. ഓക്കെ, നിങ്ങൾ ബി കോൺഫിഡൻറ്റ്, നിങ്ങൾ നല്ലപോലെ ചെയ്യുക. എക്സാം ഹോളിൽ വളരെ വൃത്തിക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വരിക, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഷുവറായിട്ടും കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ റിവൈസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ മോക്ക് ടെസ്റ്റിലെല്ലാം വാങ്ങിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് അമേസ് അക്കാഡമി ആയിട്ട് ചാറ്റ് ചെയ്താൽ മതി. ഉടനെ തന്നെ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത ആഴ്ച നമ്മൾ എയുടെ മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്യാൻ പോകണം. മോക്ക് ടെസ്റ്റ് നമ്മുടെ ഏറെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, ഡ്രീം കോഴ്സാണ്. കാരണം അതിനകത്ത് ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ റിവൈസ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ. ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.